നമസ്കാരം. റാഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC-യോട് 4-2 പരാജയപ്പെട്ടതെങ്കിലും 4-2 എന്ന സ്കോർ ലൈൻ തങ്ങൾ പുറത്തെടുത്ത പ്രകടനം ഒട്ടും പ്രതിഫലിപ്പിക്കുന്നില്ല. തൻ്റെ ടീം മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിഖായൽ സ്റ്റാറെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. തീർച്ചയായിട്ടും തോൽവിയിൽ ഞാൻ നിരാശനാണ്. എങ്കിലും ടീം പ്രതികരിച്ച രീതിയിൽ അഭിമാനമുണ്ട്. മാനസികമായി ഞങ്ങൾ ശക്തരാണ്. പക്ഷേ ഞങ്ങൾ അനായാസമായി ഗോളുകൾ വഴങ്ങിയെന്ന് സമ്മതിക്കാൻ പറ്റില്ല. ഞങ്ങൾ 4 ഗോളുകൾ വഴങ്ങിയെങ്കിലും കളിയുടെ യഥാർത്ഥ ചിത്രം അതല്ല. ഞങ്ങളുടെ പ്രതിരോധം മോശമല്ല. ടീം അവസരങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. അവരും ബെറ്ററായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ടീം എന്ന നിലയിലല്ല, വളരെയധികം വ്യക്തിഗത പിഴവുകൾ വരുന്നു. അതാണ് പ്രശ്നം. ഇപ്പം പരിശീലനത്തിലൂടെ മാത്രമേ ഈ പിഴവുകൾ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പരിശീലന സെഷനുകളിൽ ഓരോ സാഹചര്യത്തിലും ഏകാഗ്രത ആവശ്യമാണ്. ഓരോ പരിശീലന സെഷനും മികച്ച രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾ നന്നായി പരിശീലിക്കുന്നുണ്ട്. സമ്മർദ്ദത്തെ നേരിടലാണ് ഫുട്ബോൾ എന്നത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്തായാലും നന്നായി കളിക്കുന്നു. അതുകൊണ്ട് എനിക്കിപ്പോഴും ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ഞങ്ങളിപ്പോഴും കളത്തിലുണ്ട് എന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിഖായൽ സ്റ്റാറെ പറയുന്നു. അതേസമയം ഒരുപാട് കളികളായി ഇത് തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് റിസൾട്ട് വരുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് 11 കളി കളിച്ചിട്ട് 11 പോയിൻ്റേ ഉള്ളൂ. 10ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ സീസൺ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആരാധകർക്ക് നൽകിയിട്ടുള്ളത് നിരാശ മാത്രമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.